എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, കുട്ടികൾ, എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. കോട്ടയം ബാലഭവൻ എല്ലാ വർഷവും നടത്തിവരുന്ന ശിശുദിനാഘോഷത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളെ സംഘടിപ്പിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവരെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച കോട്ടയം ബാലഭവന്റെ കരുത്തനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ വിജയകുമാർ സർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ MP-യും MLA-യും ആയി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സേവനം നടത്തുന്നതും സുമുഖനും ആയിട്ടുള്ള ശ്രീ സുരേഷ് കുറുപ്പ് സർ അവറുകൾ. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയുടെ നട്ടെല്ല് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ചെയർമാൻ ശ്രീ എബ്രഹാം ഇട്ടിച്ചെറിയ സർ, ശിശുദിന സന്ദേശം നൽകുന്നതിന് കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത ഹോളി ഫാമിലി സ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ അമയ് അരവിന്ദ്, ആശംസാ പ്രസംഗം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ VB ബിനു സർ, KC വിജയകുമാർ സർ, ഫാദർ MB ജോർജ്, പൊതുപ്രവർത്തക ശ്രീമതി ലളിത സുഭാഷ് മാഡം, കൗൺസിലർ ഡോക്ടർ ഷൈനി റൌഫ് മാഡം, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോട്ടയം ബാലഭവൻ കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനു വേണ്ടി എല്ലാ വർഷവും നടത്തിവരുന്ന ശിശുദിനാഘോഷ പരിപാടികൾ ഈ വർഷവും വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ ആവശ്യം ഉൾക്കൊണ്ട് മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയം. ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുത്താൽ, എന്നെ ഇവിടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നതിന് കാരണമായ എൻ്റെ മത്സര വിജയം തീർച്ചയായും എൻ്റെ അമ്മയുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. ഇന്ന് എനിക്ക് കിട്ടിയ സ്ഥാനത്തിന് പോലും ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ അമ്മയ്ക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾ നൽകിയ പിന്തുണ പ്രശംസനീയമാണ്. അതിന് ഓരോ മാതാപിതാക്കളോടും അധ്യാപകരോടും ബാലഭവൻ കടപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ നാടിനെ കുറിച്ച്, സംസ്കാരത്തിനെ കുറിച്ച്, ഈ ലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഉള്ള കാര്യപരിപാടികൾ നടത്തുവാൻ ബാലഭവൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം പൊതുവിദ്യാഭ്യാസ സാധാരണക്കാർക്കും ലഭ്യമാവണം എന്ന ആശയത്തോടൊപ്പം തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം പോലെ ഉള്ള മറ്റു മേഖലകളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നേടത്തക്ക രീതിയിലുള്ള ഓരോ വിദ്യാഭ്യാസ നയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അധികം നീട്ടുന്നില്ല. എനിക്ക് ഈ അവസരം നൽകിയ ഓരോ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.